സത്യത്തിൽ ജാസ്മിൻ്റെയും ജിൻഡോയുടെയും അഭിനയം കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ. ലൈവ് കണ്ടവർക്കറിയാം, അത്ര മനോഹരമായ അഭിനയമായിരുന്നു രണ്ടുപേരുടെയും. അച്ഛൻ്റെ ഇഷ്ടത്തിന് വരണം മകൾ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനും, അച്ഛൻ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മകളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു മകളും, അത് മകൾ എങ്ങനെയാണ് ഒരു അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അച്ഛൻ എങ്ങനെയാണ് മകളോട് തിരിച്ച് പ്രതികരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വളരെ മനോഹരമായൊരു സ്ക്രിപ്റ്റും അതിലേറെ ഒറിജിനാലിറ്റിയോടുകൂടി അവർ അഭിനയിച്ചു. ജിൻഡോയുടെ ഒരു കരച്ചിലും സീനൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഉള്ളിൽ തട്ടി അടിപൊളിയായിട്ടാണ് ജിൻഡോ കരഞ്ഞത്. ജിൻഡോ നല്ല രീതിയിൽ തന്നെ ചെയ്തു. അതിലും 10 മടങ്ങ് അടിപൊളിയായിട്ടാണ് ജാസ്മിൻ ചെയ്തത്. ഡയറക്ടറായിട്ടുള്ള ജിത്തു ജോസഫും പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂരുമാണ് അവരുടെ ഫ്രണ്ടിൽ ഇരുന്നത്. രണ്ടുപേർക്കും ഇവരാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല. കസേര തിരിച്ചിട്ട് അവരുടെ മുഖം കാണാത്ത രീതിയിലാണ് അവർ ജാസ്മിൻ്റെയും ജിൻഡോയുടെയും മുന്നിൽ ഇരുന്നത്. ഇവരുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ജിത്തു ജോസഫ് പറയുകയും ചെയ്തു, ഇവരുടെ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. ചിലപ്പോൾ ഇവർക്ക് സിനിമയിലേക്കുള്ള ചാൻസ് ഒരു 95% ഉറപ്പായിരിക്കുകയാണ്, ഒന്നെങ്കിൽ ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ. അപ്പോൾ ജിത്തു ജോസഫ് ഇങ്ങനെ പറയുമ്പോൾ ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് വന്ന ടീമും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ രണ്ടുപേർക്കും പല ടീമിനെയാണ് ഇഷ്ടപ്പെട്ടത്. ഇനി ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം.